ഇന്ന് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ടൊരു മോഷൻ പോസ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഇതിലിപ്പോൾ ഞാൻ ആകെ കൂടിയിട്ട് 2-3 ഇമേജസും അതുപോലെ തന്നെ 2-3 ഓവർലേസും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫയലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, അതിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇനി കൂടുതൽ പറയണമെങ്കിൽ നമുക്കിത് എങ്ങനെ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ Ctrl+N പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കൂലി മോഷൻ പോസ്റ്റർ എന്ന് പേര് കൊടുക്കുന്നുണ്ട്. കോമ്പോസിഷൻ്റെ ഫ്രെയിം സൈസ് എന്ന് പറയുന്നത് 19:1080, അതുപോലെ തന്നെ ഫ്രെയിം റേറ്റ് 24, പിന്നെ ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാനൊരു 7 സെക്കൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമ്പോസിഷൻ്റെ സെറ്റിംഗ്സ്. ഇനി നമുക്ക് ഓക്കെ കൊടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ, നമുക്കിത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമേജും കാര്യങ്ങളൊക്കെ ഞാൻ ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രൊജക്ട് പാനിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഇതെല്ലാം കൂടെ സെലക്ട് ചെയ്തു, എന്നിട്ട് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇനി നമുക്കൊരു സോൾഡ് എയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ Ctrl+Y പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഒരു BG എന്നെങ്ങാനും പേര് കൊടുക്കുന്നുണ്ട്. ഇനി ഓക്കെ കൊടുക്കുക. ഇത് യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ Ctrl+Y പ്രസ് ചെയ്തപ്പോൾ ഇവിടെ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഏത് കളറാണ് വേണ്ടി അത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കളർ വേറെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കളർ മാറ്റാനായിട്ട് ഇവിടെ ഫില്ലിൽ നിന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ആ ഫില്ലിൽ നിന്നുള്ള എഫക്റ്റ് നമ്മുടെ ലെയറിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കളർ ഒരു ഡാർക്ക് റെഡൊക്കെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിനെ സ്കെയിൽ ചെയ്തിട്ട് കുറച്ച് ചെറുതാക്കണം. അതായത് ഇതിൻ്റെ ഹൈറ്റ് മാത്രം ചെറുതാക്കിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ സ്കെയിലിൽ മാറ്റം വരുത്തുമ്പോൾ ഇത് മൊത്തമായിട്ടാണ് സ്കെയിൽ ആവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ യൂണിഫോം സ്കെയിലിംഗ് ഓഫ് ആക്കിയിടണം. ഇവിടെ ഒരു ലിങ്കിൻ്റെ ഓപ്ഷൻ കണ്ടില്ല, അത് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഹൈറ്റും എടുത്തും വേറെ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്കെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് 2 എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ റിപ്പിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ വന്നിട്ട് റിപ്പിൾ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഡിസ്റ്റോർട്ടിൻ്റെ താഴെ റിപ്പിൾ എന്നുള്ള എഫക്റ്റ് കാണാം. അപ്പോൾ അത് നമ്മൾ ലെയറിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇതിൻ്റെ റേഡിയസ് മാറ്റിയിട്ട് ഒരു 100 കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഈ വേവ് എടുത്തുന്നുള്ളിടത്തൊരു 100 തന്നെ കൊടുക്കുക. പിന്നെ ഇവിടെ വേവ് ഹൈറ്റ് 200 കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ സംഭവം വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഒരു എഫക്റ്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇവിടെ ടർബുലൻറ്റ് ഡിസ്പ്ലേസ് സെർച്ച് ചെയ്യുക. എന്നിട്ട് അത് നമ്മളെ ലെയറിനെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ എമൗണ്ട് 50 മാറ്റിയിട്ട് ഒരു 700 കൊടുക്കുക. പിന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ളത് ഈ ടർബുലൻറ്റ് മാറ്റിയിട്ട് ടിസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ഹോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ, ഇനി ഈ ലെയർ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഈ ടർബുലൻറ്റ് ഡിസ്പ്ലേസ് എടുത്ത് കളയുക. എന്നിട്ട് ഇവിടെ ഈ ഫില്ലിൽ വന്നിട്ട് ഇതിൻ്റെ കളർ മാറ്റിയിട്ടൊരു യെല്ലോ കയറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓക്കെ കൊടുക്കുക. ഇനി ഈ ലെയർ ഇങ്ങോട്ട് എടുത്തിട്ട് താഴത്തേക്ക് ഇടുക. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ചെറിയൊരു ടെക്സ്ചർ ആഡ് ചെയ്യണം. അപ്പോൾ ടെക്സ്ചർ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇമേജ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ BG എന്ന് പേര് കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ഇങ്ങോട്ട് എടുത്തിടാം. എന്നിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഈ ഷിൽ ഔട്ട് ലൂമയിലേക്ക് മാറ്റുക. അപ്പോൾ അതാ നമ്മുടെ 2 ലെയറിനും ഇതുപോലെ ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് പ്രീ കമ്പോസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ Ctrl+Shift+C പ്രസ് ചെയ്തിട്ട് BG എന്ന് പേര് കൊടുക്കുന്നുണ്ട്. BG1 എന്ന് പേര് കൊടുക്കുക. ഇനി ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ഇമേജൊക്കെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ മെയിൻ ഇമേജ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ഗണ്ണിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗണ്ണ് വെച്ച് ചെറിയൊരു പരിപാടി ഉണ്ട്. ആ ഗണ്ണ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്ന സംഭവമല്ലേ, അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ Ctrl+Shift+C പ്രസ് ചെയ്തിട്ട് ഇതിനൊന്ന് പ്രീ കോംബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഗണ്ണ് തന്നെ പേര് കൊടുക്കുന്നുണ്ട്. ഇനി ഓക്കെ കൊടുക്കുക. ഇനി ആ കോമ്പോസിഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ ഗണ്ണിൻ്റെ സൈസ് നമുക്ക് കുറയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 30 കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിനൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. ഇവിടെ ടിൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ലെയറിന് അപ്ലൈ ചെയ്യുക. ഇപ്പോൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മതി. ഇനി ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ റൊട്ടേഷൻ്റെ ഓപ്ഷൻ എടുത്തു. എന്നിട്ട് ഇവിടെ 90 എന്ന് കൊടുത്തു. അപ്പോൾ നമ്മുടെ തോക്കുക ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ട്രാൻസ്ഫോമിലേക്ക് വന്നിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ഫ്ലിപ്പായി വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ റൊട്ടേഷൻ ഒരു 90 ഡിഗ്രി കൊടുത്തിട്ടുണ്ടെന്നില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ Ctrl+Z അടിക്കുന്നുണ്ട്. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ഫോമിലേക്ക് വന്നിട്ട് ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇങ്ങനെ ഫ്ലിപ്പായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോമ്പോസിഷൻ ഒരു റൂളർ ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ Ctrl+R പ്രസ് ചെയ്തു. എന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ചിഹ്നം കണ്ടില്ലേ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഈ ടൈറ്റിൽ ആക്ഷൻ സേഫ് ഓൺ ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് വരും. അതായത് ഇതിൻ്റെ സെൻറ്റർ കറക്റ്റ് കാണിക്കും. അപ്പോൾ ആ സെൻറ്ററിലേക്ക് ഞാനൊരു റൂളർ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ തോക്കിൻ്റെ ലെയർ എടുത്തിട്ട് ഈ റൂളറിൻ്റെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. അതായത് കുറച്ച് ഗ്യാപ്പ് കണ്ടിങ്ങനെ. ഇനി നമുക്ക് ഈ റൂളർ എടുത്ത് കളയാം. ഇനി ഇതിൻ്റെ ആങ്കർ പോയിന്റ് മാറ്റിയിട്ട് ഈ ഭാഗത്തേക്ക് കൊടുന്ന് വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ആങ്കർ പോയിന്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുന്ന് വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കണം. കോപ്പി എടുക്കാൻ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് Ctrl+D പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ റൊട്ടേഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇനി ഒരു സെക്കൻഡിലേക്ക് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഈ 90 ഡിഗ്രി മാറ്റിയിട്ടൊരു 128 കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് ഈസീസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഗ്രാഫ് എഡിറ്ററിലേക്ക് വരിക. എന്നിട്ട് ഈ ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്.
ഇനി ചെയ്യേണ്ടത് ഈ ലെയർ എടുത്തിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിടുക. നമുക്കിനി ഇത് 2 കോപ്പി കൊണ്ട് എടുക്കണം, കാരണം ഒരെണ്ണം ഇവിടെ വന്ന് നിൽക്കണം, പിന്നെ ഒരെണ്ണം ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ലെയർ തന്നെ ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് യു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കീ ഫ്രെയിം വരും. എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റ് കീയിൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ ഈ 120 മാറ്റിയിട്ട് ഒരു 150 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഇവിടെ 3 ഇമേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി വേണം, അതായത് ഇവിടുന്ന് കറങ്ങിയിട്ട് ഇവിടെ ഒരെണ്ണം വന്ന് നിൽക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒന്നുകൂടി കോപ്പി എടുത്തു. എന്നിട്ട് ഇതിൻ്റെ കീ ഫ്രെയിം എടുത്തിട്ട് ലാസ്റ്റ് കീയിലേക്ക് വന്നു. അതിനുശേഷം അവിടെ ഈ 150 മാറ്റിയിട്ട് ഒരു 180 കൊടുത്തു. കാരണം ഇപ്പോൾ നമുക്ക് ടോട്ടൽ ഈ 4 തോക്ക് വന്നിട്ടുണ്ട്. ഇനി പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി എന്താ ചെയ്യണമെന്ന് അറിയോ, ഇതെല്ലാം കൂടെ നമുക്ക് പ്രീ കമ്പോസ് ചെയ്യണം. ഞാൻ അവിടെ Ctrl+Shift+C പ്രസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് ഗൺ 0 പേര് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു കോപ്പി എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ഫോമിലേക്ക് വന്നിട്ട് ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ കൊടുക്കുക. കണ്ട, നമ്മുടെ തോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വയ്ക്കാം. ഞാൻ ഇത് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കി, ഇനി ഇത് കുറച്ച് റൈറ്റിലേക്ക് നീക്കി. ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പ് കുറച്ച് കൂട്ടിയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര ഗ്യാപ്പ് മതി. അപ്പോൾ നമ്മുടെ തോക്കിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇമേജ് കൂടി ഇമ്പോർട്ട് ചെയ്യണം. ഇവിടെ BG എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ആയിട്ട് കൊടുത്തില്ലേ, ആ ലെയർ എടുത്തിട്ട് ഏറ്റവും ബാക്കിലേക്ക് കൊടുത്തിടുക. എന്നിട്ട് ഇതിന് നമ്മൾ ടിൻ്റ് അപ്ലൈ ചെയ്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. ഇനി നമുക്ക് കുറച്ചുകൂടി പരിപാടി ചെയ്യേണ്ടത്, അതിന് മുമ്പ് നമുക്ക് ടെക്സ്റ്റ് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടാവും ഇവിടെ ഫ്ലിക്കറായിട്ട് വരുന്ന ടെക്സ്റ്റ് ഇല്ലേ, അപ്പോൾ ആ ടെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഒരു പുതിയൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ Ctrl+N പ്രസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്ന് പേര് കൊടുത്തു. ബാക്കി സെറ്റിംഗ്സ് ഒക്കെ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ഓക്കെ കൊടുക്കുക. ഇനി Ctrl+T പ്രസ് ചെയ്തിട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കൂലിന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ സെൻറ്ററായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇവിടെ അലനിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്റർ ആക്കാനുള്ള ഓപ്ഷൻ കിട്ടുക. ഇനി ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ സെറ്റിങ്സിലേക്ക് വന്നിട്ട് സൈസ് ഒന്ന് കൂട്ടുക. ഞാനിവിടെ ഒരു 400 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വീണ്ടും പോയിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടും സെൻറ്റർ ആക്കുക. ഇനി നമുക്ക് ആ ടെക്സ്റ്റിന് ആ ഒരു ഫ്ലിക്കറിങ്ങിൻ്റെ സംഭവം ചെയ്യണം. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇവിടെ ടെക്സ്റ്റിൻ്റെ ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ ഈ ആനിമേറ്റ് എന്നുള്ള എടുത്തിട്ട് അതിൽ ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ കാണാം, ഇതാ കണ്ടില്ലേ, അതെടുക്കുക. എന്നിട്ട് ഇവിടെ ഒപ്പാസിറ്റി എന്നുള്ളത് 0 ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ റേഞ്ച് സെലക്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അതെടുത്തിട്ട് അതിൽ ഈ സ്റ്റാർട്ടിനൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു സെക്കൻഡിലേക്ക് വരിക. എന്നിട്ട് ഇവിടെ 100 ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലൊരു സംഭവം വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ റേഞ്ച് സെലക്ടർ നേരെ ഇവിടെ ഒരു ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ സെലക്ടറിലേക്ക് വന്നിട്ട് ഈ വിഗിൾ എന്നുള്ളത് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് എടുത്തിട്ട് ഇവിടെ ഈ മോഡ് എന്നുള്ളത് ഇൻ്റർസെക്റ്റ് മാറ്റിയിട്ട് മാക്സ് എന്നാക്കുക. പിന്നെ ഈ വിഗിൾസ് പെർ സെക്കൻഡ് എന്നുള്ളത് 2 മാറ്റിയിട്ട് ഒരു 5 കൊടുക്കുക. ഇപ്പം നമ്മുടെ ടെക്സ്റ്റിന് ഇതുപോലെ എഫക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇനിയിപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊരു കോപ്പി വേണം കേട്ടോ. ഞാനത് ആദ്യം കോപ്പി എടുത്ത് ചെയ്യേണ്ടിയിരുന്നു, കുഴപ്പമില്ല. നമുക്ക് ഇതിനൊരു കോപ്പി എടുത്തിട്ട് ആ എഫക്ട്സും കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം ഞാൻ അവിടെ ഇതിൻ്റെ കളറൊന്നും മാറ്റുന്നുണ്ട്. ഈ ഒരു കളറിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അതെടുത്തിട്ടും കൂടെ താഴ്ത്തേക്ക് വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഈ ടെക്സ്റ്റിന് കൊടുത്ത എഫക്റ്റ് നമുക്ക് മൊത്തം കളയുക. അതിനായിട്ട് ഇവിടെ ഈ ആനിമേറ്റ് എന്നുള്ള സംഭവം മൊത്തം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ ഈ ലെയർ കുറച്ച് റൈറ്റിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രൊജക്റ്റ് പാനിലേക്ക് വന്നിട്ട് ആ ടെക്സ്റ്റ് ഇങ്ങോട്ട് കൊടുത്തിടുക. നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഒരു ലെയറോടെ വേണം. അപ്പോൾ അതിനായിട്ട് ഈ ടെക്സ്റ്റിൻ്റെ കോമ്പോസിറ്റിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ ആ എഫക്റ്റ് കൊടുത്ത ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് നമുക്ക് താഴത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇനി അതിൻ്റെ കളർ മാറ്റിയിട്ട് ഒരു ഡാർക്ക് റെഡ് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് കളർ ഡോട്ട്സിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന് ക്യാമറ കൊടുത്തിട്ട് ഒരു ആനിമേഷൻ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാമറ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂയിലേക്ക് വന്നിട്ട് ക്യാമറ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ക്യാമറ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറനെ അനിമേറ്റ് ചെയ്യാനായിട്ട് ഒരു നൾ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ന്യൂയിലേക്ക് വന്നിട്ട് ഈ നൾ ഒബ്ജക്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അതേ ഇവിടെ നൾ ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഈ ക്യാമറനെ നമ്മൾ നള്ളുമായിട്ട് പാരൻ്റ് ചെയ്യണം. ഇനി ഈ നൾ ലെയർ നമ്മൾ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി താഴെ കിടക്കുന്ന എല്ലാ ലെയറും 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ക്യാമറയ്ക്ക് അനിമേഷൻ കൊടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ ലെയറിനൊന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പ്ലേസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിവിടെ താഴെ കിടക്കുന്ന ലെയറിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെയർ, അതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ഇവിടെ ഇതിൻ്റെ G വാല്യൂ ഞാനൊരു 8000 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സ്കെയിൽ ചെയ്തിട്ട് നമ്മുടെ കോമ്പോസിഷനിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുക. ഇനി ഞാനേ ഈ സ്കോപ്പിൻ്റെ ലെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലെയർ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ താഴത്തേക്ക് കൊടുത്തിടുക. എന്നിട്ട് ഇതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ഇവിടെ നമുക്കൊരു 5000 ആയിട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമ്മുടെ കോമ്പോസിറ്റിലേക്ക് നന്നായിട്ട് സ്കെയിൽ ചെയ്ത് വയ്ക്കുക. ഇനി അത് കുറച്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കുക. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ ഈ ക്യാമറയ്ക്ക് ആനിമേഷൻ ചെയ്യില്ലേ, ആ സമയത്ത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ കൃത്യമായിട്ടൊരു ഐഡിയ ഇല്ല ക്യാമറ നന്നായിട്ട് സൂം ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്തു പോകുമ്പോൾ നോക്കാം. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഈ ടെക്സ്റ്റിൻ്റെ ലെയറില്ലേ, അതെടുത്തിട്ട് നമുക്ക് ബാക്കിലേക്ക് ഇറക്കി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു
4000 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് സ്കെയിൽ ചെയ്ത് വയ്ക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ തോക്കിൻ്റെ ലെയർ എടുത്തിട്ട് ഈ ലെയറിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഇതിപ്പോൾ രണ്ടിൻ്റെയും പൊസിഷൻ ഇരിക്കുന്നത് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇതിൻ്റെ 0 ആണ്, അതുപോലെ തന്നെ ഈ ഗണ്ണിൻ്റെ 0 ആണ്. അപ്പോൾ നമ്മൾ ഒരു പിക്സൽ ബാക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ബാക്കിൽ പോയിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഗണ്ണിൻ്റെ ലെയർ എടുത്തിട്ട് ഇവിടെ Z വാല്യൂ എന്നുള്ളതൊരു 1 ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, അതിൻ്റെ ബാക്കിൽ പോയതുകൊണ്ടില്ലേ. ഇനി ഇവിടെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഈ ഹെഡിനെ ബേസ് ചെയ്തിട്ട് സെൻട്രലായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഈ താഴെ ടെക്സ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പില്ലേ, അത് നമുക്ക് കുറച്ച് കൂട്ടണം. നമുക്കിവിടെ ഒരു 200 കൊടുക്കുക. അതിനുശേഷം ഇത് സ്കെയിൽ ചെയ്തിട്ട് ചെറുതാക്കി വയ്ക്കുക. ഇത് ഞാൻ ഏകദേശം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതായത് ഈ ടേബിളിന് കുറച്ച് താഴെയിട്ട്. ഇതിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കാണുന്നില്ല, പക്ഷേ നമ്മൾ ക്യാമറ കൊടുത്തു വരുമ്പോൾ അത് ഫുള്ളായിട്ട് കാണുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഒരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കൺട്രോൾ Y പ്രസ് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. എന്നിട്ട് ഈ ലെയർ 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ പൊസിഷൻ എടുത്തിട്ട് ഒരു -1000 കൊടുക്കുക. ഇപ്പോൾ ഇത് കുറച്ച് ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എടുത്തിട്ട് കുറച്ച് ഇങ്ങോട്ട് കയറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഈ സ്കോപ്പിൻ്റെ മുകളിലാണ് ലെയർ എടുക്കുന്നത്. അപ്പോൾ അതിങ്ങോട്ട് താഴത്തേക്ക് ഇറക്കിയിടാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയ്ക്ക് ചെറിയൊരു ആനിമേഷൻ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ നള്ളിൻ്റെ പൊസിഷനിലേക്ക് വരുന്നുണ്ട്. എന്നിട്ടൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അതായത് സ്റ്റാർട്ടിങ് ഫ്രെയിമിലേക്ക് വരാം കേട്ടോ. എന്നിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ Z വാല്യൂ ഞാനൊരു 2000 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയോ, ഇവിടെ ഇപ്പോൾ C കട്ടായി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കുറച്ച് ലെഫ്റ്റിലേക്ക് പാൻ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഇതിൻ്റെ X വാല്യൂവിൽ കുറച്ച് ചേഞ്ച് വരുത്തിയാൽ മതി. ഓക്കെ, ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇനി കുറച്ച് താഴത്തേക്ക് ഇറക്കി വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഏകദേശം ഇത് സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സെക്കൻഡിലേക്കൊക്കെ വരിക. അതിനുശേഷം നമുക്ക് ഇപ്പുറത്തോട്ട് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പാനിങ് വന്നിട്ടുണ്ട്. ഇനി ഈ കീ ഫ്രെയിം 2 സെലക്ട് ചെയ്തിട്ട് ഈസീസ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഗ്രാഫ് ഹെഡിലേക്ക് വന്നിട്ട് ഈ റൈറ്റിൽ കാണുന്ന പോയിന്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. നമുക്ക് ഒരു കാര്യം കൊണ്ട് ചെയ്യാനുണ്ട്. ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ക്യാമറ കുറച്ചും കൂടി ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ മതി. ഇനി ചെയ്യേണ്ടതെന്ന് അറിയോ, രണ്ടാമത്തെ സെക്കൻഡിലേക്ക് വരിക. എന്നിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ 2000 മാറ്റിയിട്ട് ഒരു -500 കൊടുക്കുക. എന്നിട്ട് ഈ ക്യാമറ നമുക്ക് ഈ ഒരു ലെയർ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം. -500 മാറ്റി നമുക്ക് -600 കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ഈ താഴെ കിടക്കുന്ന ടെക്സ്റ്റ് ശരിക്കും കാണാനില്ല. അപ്പോൾ അത് ഇവിടെ കുറച്ച് സ്കെയിൽ ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ലെയർ കുറച്ച് മുകളിൽ കയറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് കുറച്ച് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് മുകളിൽ കയറ്റി വയ്ക്കുക. ഇതിന് താഴെ കട്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഈ മഞ്ഞ ലെയർ വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്കത് വെക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ സ്കെയിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നീക്കി വയ്ക്കുക. എന്നിട്ട് ഈ യെല്ലോ കളർ സോൾഡ് ഇല്ലേ, അതും കുറച്ച് മുകളിലേക്ക് നീക്കി വയ്ക്കുക. ഇനി നമുക്ക് ഈ താഴെ കിടക്കുന്ന ടെക്സ്റ്റ് എടുത്തിട്ട് കുറച്ച് മുകളിലേക്ക് നീക്കി വയ്ക്കുക. പിന്നെ ഇതിൻ്റെ ഈ ടെക്സ്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെ 200 മാറ്റിയിട്ട് നമുക്കൊരു 250 കൊടുക്കുക. കുറച്ചുകൂടി ഗ്യാപ്പ് ആയിട്ടിരിക്കട്ടെ. ഇപ്പോഴും കുറച്ചുകൂടി ശരിയാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി എന്താ ചെയ്യണമെന്നറിയോ, അപ്പോൾ നമ്മൾ ആ ഒരു തോക്കിൻ്റെ ആനിമേഷൻ സ്റ്റാർട്ടിങ്ങിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ക്യാമറ ഇങ്ങനെ വന്നിട്ട് പിന്നെ ബാക്കിലേക്ക് വരില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇത് ആനിമേറ്റ് ആയാൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ തോക്കിൻ്റെ ലെയർ എടുത്തിട്ട് റൈറ്റിലേക്ക് നീക്കി വയ്ക്കണം. ഞാനതൊരു സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് ആനിമേഷൻ കൊടുത്തപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ ആ ഹെഡിനെ ബേസ് ചെയ്തിട്ട് സെൻറ്ററാക്കി വെച്ചിട്ടുണ്ടെന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ വെക്കണം. ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഈ ഫ്രെയിമിനെ കുറച്ചുകൂടെ മൊത്തത്തിൽ ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലാസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കുറച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് സെൻറ്റർ വേണ്ട, ഏകദേശം ഇങ്ങനെയൊക്കെ മതി. ഇനി അതുപോലെ തന്നെ ഈ താഴത്ത് കിടക്കുന്ന ടെക്സ്റ്റ് ഇല്ലേ, അത് കുറച്ചുകൂടെ നമുക്ക് ചെറുതാക്കണം. ചെറുതാക്കിയിട്ട് ഇവിടെ തന്നെ ലെറ്റർ തമ്മിലുള്ള ഗ്യാപ്പ് ഒരു 300 ആയിട്ട് കൊടുക്കുക. കുറച്ചുകൂടി കൂട്ടാം. 300 അല്ല, 350 ആയിട്ട് കിടന്നോട്ടെ. കാരണം നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കണം. ഇനി ഞാനിത് കുറച്ച് കയറ്റി വയ്ക്കുന്നുണ്ട്. ഓക്കെ,
ഇപ്പോൾ ഇത് കറക്റ്റ് ഈ ടേബിളിന് താഴെ അറേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് റൈറ്റിലേക്ക് നീക്കല്ലേ, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ഗ്യാപ്പ് കൂട്ടാം. അപ്പോൾ ഞാനൊരു 400 കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് 2 മൂവ്മെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ ഇതാ ഇവിടുന്ന് റൈറ്റിലേക്ക് വന്നു, പിന്നെ അവിടുന്ന് ബാക്കിലേക്ക് വന്നു. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് ചെറിയൊരു ചാർജും കൂടി കൊടുക്കാം. അതിനായിട്ട് ഈ നട്ട് ലെയറിൻ്റെ പൊസിഷൻ എടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 3 സെക്കൻഡിലേക്ക് വരിക. ഈ -600 എന്നുള്ള മാറ്റിയിട്ട് ഒരു -200 കൊടുക്കുക. എന്നിട്ട് ഈ ഫ്രെയിം നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റൈറ്റിലേക്ക് വയ്ക്കുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, പിന്നെ ബാക്കിലേക്ക് വന്നു, പിന്നെ പെട്ടെന്ന് ഫ്രണ്ടിലേക്ക് പോയി. ഇനി അവിടെ നിന്ന് ബാക്കിലേക്ക് നന്നായിട്ട് സൂം ഔട്ട് ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ ലോഗോ റിവീൽ ആയിട്ട് വരും. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിന് കുറച്ച് ഓവർലൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഇനി നമുക്ക് ലോഗോയുടെ കാര്യങ്ങൾ ചെയ്യാം. 2 ലോഗോ ഉള്ളത്, ഒന്ന് ഈ തമിഴ് ലോഗോയും പിന്നെ ഇതിൻ്റെ ഹിന്ദി ലോഗോയും. അപ്പോൾ അത് ആദ്യം തമിഴ് വന്നിട്ട് പിന്നെ അത് ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ ഹിന്ദിയിലേക്ക് മാറും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഇവിടെ നിന്ന് ബാക്കിലേക്ക് മൂവ് ചെയ്ത് വരുമ്പോഴാണ് ഈ ലോഗോ റിവീൽ ആവുക. അപ്പോൾ നമുക്ക് ഈ തമിഴ് ലോഗോ നമ്മുടെ കോമ്പോസ്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇത് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി ഇത് കുറച്ച് സെൻറ്ററായിട്ട് തൽക്കാലം വെക്കുക. ക്യാമറയ്ക്ക് മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പൊസിഷനൊക്കെ ഇനി ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാമറയ്ക്ക് കീ ഫ്രെയിം കൊടുത്തിട്ടുന്നില്ലേ ഈ നട്ട് ലെയറിന്, അതിൻ്റെ കീ ഫ്രെയിംസ് എടുക്കുക, യു പ്രസ് ചെയ്താൽ മതി. തൽക്കാലം നമുക്ക് ഈ ടൈറ്റിലൊന്ന് ഓഫാക്കി ഇടാം. നമുക്ക് ഒരു കാര്യമാണ് ചെയ്യാണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാമറ വന്ന് നിന്നില്ലേ, ഇനി ഒരു 10 ഫ്രെയിം കഴിഞ്ഞിട്ട് നമുക്കൊരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനിപ്പോൾ ഒരു മൂവ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. അതായത് ഇവിടെ ക്യാമറ ജസ്റ്റ് ഒന്ന് വന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്നോട്ടെ. അതിനുശേഷം ഒരു 20 ഫ്രെയിം കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമറ ബാക്കിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഞാനിതാ 20 ഫ്രെയിം കഴിഞ്ഞിട്ട് ഇവിടെ ഈ സീവേര് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് -200 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ടൊരു -1500 കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാമറ ബാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ യെല്ലോ ലെയർ ഇവിടെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്കെയിൽ ചെയ്യണം. അപ്പോൾ ഞാൻ ആ ലെയർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ വിഡ്ത്ത് മാത്രം സ്കെയിൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യണം കേട്ടോ. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ലെയറില്ലേ അതും കൂടെ കുറച്ച് സ്കെയിൽ ചെയ്യണം. കാരണം ഇവിടെ എന്താ പറയുക, ഈ എഡ്ജ് കുറച്ച് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കവർ ചെയ്യണം. ഞാനിതെടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് കുറച്ച് മുകളിലേക്ക് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു അപാകത മാറിയിട്ടുണ്ട്. ഇവിടെ ഈ മുകളിൽ ഇപ്പോഴും കുറച്ച് എഡ്ജൊക്കെ കാണുന്നുണ്ട്. അതങ്ങനെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യണമെന്നറിയോ, ഇവിടുന്ന് ഈ ക്യാമറ വരുമ്പോൾ നമ്മുടെ ലോഗോ വരണം. ചിലപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സൂം ഔട്ട് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഈ ലോഗോ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നോക്കി നോക്കാം. ഞാനിവിടെ ഈ ലോഗോയുടെ ലെയർ ഒന്ന് ഓണാക്കി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ക്യാമറയുടെ കീ ഫ്രെയിം ഇല്ലേ അതെടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ പൊസിഷൻ എടുക്കുക, അതായത് നമ്മുടെ ടൈറ്റിലിൻ്റെ. എന്നിട്ടത് ബാക്കിലേക്ക് നന്നായിട്ട് ഇറക്കി വയ്ക്കുക. അതായത് ക്യാമറയിൽ നിന്ന് ഔട്ടായിട്ട് പോകണം. ഇതാ അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2090 കൊടുത്തപ്പോൾ അത് ക്യാമറയിൽ നിന്ന് ഔട്ടായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കുക. ഓക്കെ, ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കെയിൽ ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. നമ്മുടെ ഫ്രെയിമിൽ ഏകദേശം ഈ ഒരു സൈസിൽ വന്നാൽ മതി. ഇനി ഇതിനൊരു കാര്യം കൂടി ചെയ്യണം. ഇതിന് നമുക്കൊരു റൊട്ടേഷൻ, ഒരു ആനിമേഷൻ കൊടുക്കണം. അതായത് ഈ ക്യാമറ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ കറങ്ങിയിട്ട് വന്നാൽ മതി. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫ്രെയിമിലേക്ക് പോവുക. എന്നിട്ട് ഇവിടെ റൊട്ടേഷൻ ഒരു കീ ഫ്രെയിം കൊടുക്കുക, അതായത് ഈ വൈ റൊട്ടേഷന്. എന്നിട്ട് ഈ ക്യാമറയുടെ ലാസ്റ്റ് കീ ഫ്രെയിം ഉണ്ടല്ലോ അവിടെ തന്നെ വന്നിട്ട് ഇതിനൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കീ ഫ്രെയിം ഒരു -180 ആയിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കീ ഫ്രെയിം കൂടെ സെലക്ട് ചെയ്തിട്ട് ഈസീസ് അപ്ലൈ ചെയ്യണം. അതിനുശേഷം അവിടെ ഗ്രാഫ് ഹെഡിലേക്ക് വരിക. എന്നിട്ട് ഈ റൈറ്റിൽ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കുറച്ച് നീക്കി വയ്ക്കുക. ഇനി ഇത് കുറച്ച് നമുക്ക് റൈറ്റിലേക്ക് നീക്കി വെച്ച് നോക്കാം. അതായത് ഇതുപോലെ ക്യാമറ മൂവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇത് വന്നാൽ മതി. ഇനി നമുക്കിത് കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ക്യാമറ നിന്ന് ഔട്ട് പോകുന്ന രീതിയിൽ വെക്കണം. ഓക്കെ, ഇനി കുറച്ച് സ്കെയിൽ ചെയ്തിട്ട് ചെറുതാക്കി വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് ക്യാമറ മൂവ് ചെയ്ത് കുറച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഈ ലോഗോ സെൻറ്ററിലല്ല കേട്ടോ. ഇതാ ഇപ്പോൾ ഏകദേശം സെൻറ്ററിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു റൊട്ടേഷൻ കൂടി കൊടുക്കണം, അതായത് ഇതിൻ്റെ എക്സ് ആക്സിസിൽ. അപ്പോൾ ഈ ലോഗോ വന്ന് നിന്നതിന് ശേഷം ഒരു 5 ഫ്രെയിം കഴിഞ്ഞിട്ട് നമ്മൾ എക്സ് റൊട്ടേഷൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ 5 ഫ്രെയിം ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇവിടെ എക്സ് റൊട്ടേഷൻ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു. അതിനുശേഷം ഒരു 20 ഫ്രെയിം ഫ്രണ്ടിലേക്ക് വന്നിട്ട് 180 കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഈസി ചെയ്യുക. അതിനുശേഷം ഗ്രാഫിൽ പോയിട്ട് ഈ റൈറ്റിലെ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടുത്തെ കീ ഫ്രെയിം നമ്മളത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് കുറച്ച് ഫാസ്റ്റ് ആക്കുക.
അപ്പോൾ അതിനായിട്ട് ഈ കീ ഫ്രെയിം കുറച്ചിങ്ങോട്ട് ലെഫ്റ്റിലേക്ക് നീക്കി വെച്ചാൽ മതി. അപ്പോൾ അത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് തിരിഞ്ഞു വരും. ഇനി നമുക്ക് തിരിഞ്ഞു വരുമ്പോൾ അടുത്ത ലോഗോ ആയിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ ഈ ലോഗോയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഹിന്ദി ടൈറ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഈ ലെയറിൻ്റെ മുകളിൽ കൊടുത്തിടുക. അപ്പോൾ അത് മാറിയിട്ട് ഹിന്ദി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്കത് സ്കെയിൽ ചെയ്തിട്ട് ഈ പഴയ ലോഗോയുടെ സൈസിലേക്ക് ആക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 21 കൊടുത്തപ്പോൾ കറക്റ്റ് ആ പഴയ ലോഗോയുടെ സൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കീ ഫ്രെയിംസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് റൊട്ടേഷൻ കൊടുത്തില്ലേ, അതിൻ്റെ ഒരു പകുതിയിൽ വെച്ചിട്ട് ഈ ലെയർ കട്ട് ചെയ്ത് കളയാം. പകുതിയിൽ വെച്ചിട്ടല്ല കേട്ടോ, നമ്മൾ ഫസ്റ്റ് ലെയർ തിരിയില്ലേ, അങ്ങനെ ഏകദേശം ഇവിടെ വന്ന് നിൽക്കില്ലേ, അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ആ കട്ടിങ് അറിയും. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് പഴയ ലെയറും കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഇത് തല തിരിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ഫോമിലേക്ക് വന്നതിന് ശേഷം ഫ്ലിപ്പ് വെർട്ടിക്കൽ കൊടുക്കുക. കണ്ട, ഇപ്പോൾ ഇത് കറങ്ങിയിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആനിമേഷൻ്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ 2 ലെയറും സെലക്ട് ചെയ്തിട്ട് ഇവിടെ മോഷൻ ബ്ലർ ഓൺ ആക്കുക. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കീ ഫ്രെയിം കുറച്ച് ഇങ്ങോട്ട് റൈറ്റിലേക്ക് നീക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുക. കാരണം ഇത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ക്യാമറയുടെ ആനിമേഷനും കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിനൊരു ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് കൊടുക്കണം. അതായത് ക്യാമറ ഒരു ഹാൻഡ് ഹെൽഡ് പോലെയായിട്ട് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ക്യാമറയുടെ ആങ്കർ പോയിന്റ് എടുക്കുക. എന്നിട്ട് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ വിഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ വിഗിളിൻ്റെ ഓപ്ഷൻ വരും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ 1.5, ഒരു 20 ആയിട്ട് കൊടുക്കുക. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് വന്നിട്ടുണ്ടാവും. നമുക്ക് 20 മാറ്റിയിട്ട് ഒരു 25 ആക്കാം കേട്ടോ. കുറച്ചൊരു ഷെയ്ക്ക് വേണം. ഓക്കെ, ഇനി നമുക്ക് ആ ഓവർലേസ് ഒക്കെ കൊടുത്തിടാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു പാർട്ടിക്കിൾസ് എന്നിട്ടൊരു ലെയർ കൊടുത്തിടുന്നുണ്ട്. ഇതിൻ്റെ സൈസ് 4K ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്കെയിൽ ചെയ്തിട്ട് ചെറുതാക്കണം. ഞാനിവിടെ ഒരു 50 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് സ്ക്രീനിലേക്ക് ആക്കുക. ഇനി അടുത്തൊരു സ്പാർക്കിൻ്റെ ലെയർ കൊടുത്തിടണം. അതായത് മറ്റേ തീപ്പൊരികളില്ലേ, അതിൻ്റെ ഫയലിലൂടെ കിടക്കുന്നുണ്ട്. ഫയർ 1 ആണെന്ന് തോന്നുന്നുണ്ട്. അല്ല, ഇതല്ല, ഫയർ 2 ആണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതാ ഇങ്ങനത്തെ ഒരു തീപ്പൊരിയും കാര്യങ്ങളൊക്കെ വരുന്നൊരു സംഭവമാണ്. ഇതെന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മുടെ ക്യാമറയുടെ മൂവ്മെൻ്റ് ഇല്ലേ, ആ ഭാഗത്ത് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇങ്ങനെ വരുന്നില്ലേ, അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കളയാം. വേണമെങ്കിൽ അതിന് കുറച്ച് മുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കാരണം ഇത് അധികം നേരം വേണ്ട. ഇനി ഇത് ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് സ്ക്രീനിലേക്ക് ആക്കണം. ഞാനത് കുറച്ചുകൂടെ ട്രിം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത മൂവ്മെൻറ്റിൽ നമുക്ക് ഒരെണ്ണം കൊടുക്കുക. ഇനി നമുക്കൊരു കാര്യമാണ് ചെയ്യാണ്ട്, ഈ തോക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുറച്ച് തീ വരുത്തിക്കുക. അതിനായിട്ടുള്ള വീഡിയോ ഇതാ ഇവിടെ ഉണ്ട്. അതിങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇത് ആദ്യം 3Dയിലേക്ക് മാറ്റുക. അതിനുശേഷം ഇത് നമുക്ക് എവിടെ കൊടുക്കണമെന്ന് അറിയോ? ഇതാ ഈ ക്യാമറ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ലെയർ ഇങ്ങോട്ട് നീക്കി വെച്ചു. ആദ്യം നമുക്കിതിൻ്റെ ബ്ലെൻഡിങ് മോഡ് മാറ്റാട്ടോ. അപ്പോൾ ഞാൻ അവിടെ സ്ക്രീനിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് കുറയ്ക്കണം കേട്ടോ, അത് ഭയങ്കര സൈസായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു 20 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ തോക്കിന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരെണ്ണത്തിൻ്റെ അറേഞ്ച് ചെയ്യുന്നത് കാണിക്കുക, ബാക്കി ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കുക. കാരണം അതുപോലെ നിങ്ങൾ വെച്ച് പോയാൽ മതി. അപ്പോൾ ഞാനിവിടെ ആദ്യം ഇത് ഇവിടെ കൊണ്ടു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ആങ്കർ പോയിന്റ് മാറ്റിയിട്ട് ഇതാ ഇവിടെ കൊണ്ടുവയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് 3D നിന്ന് മാറ്റുന്നുണ്ട്. ഇനി ആങ്കർ പോയിന്റ് എടുത്തിട്ട് ഏകദേശം ഇവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് എളുപ്പമാവും. ഓക്കെ, ഇനി വീണ്ടും 3D ആക്കുക. എന്നിട്ട് ഞാനിവിടെ 90 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യത്തെ ഈ തോക്കിന് ഇതുപോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇനി അതൊരു കോപ്പി എടുത്തിട്ട് അടുത്ത തോക്കിന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിതിവിടെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇത് ഓരോ കോപ്പി വെച്ചെടുക്കുക, ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ അത് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കാണിക്കട്ടെ. ഇപ്പോൾ ഞാൻ എല്ലാ തോക്കിനത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നുമില്ലെങ്കിൽ കുറച്ച് റാൻഡമായിട്ട് വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്നിട്ട് വരുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് വരുന്ന രീതിയിൽ ചെയ്യാം. അതിനായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ലെയറുകളൊക്കെ ഒന്ന് ഓഫ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യം ഇവിടുത്തെ 2 വന്നു, പിന്നെ ഇവിടുത്തെ 2 വന്നു, പിന്നെ ഇവിടുത്തെ 2 വന്നു.
പിന്നെ ഇവിടുത്തെ തന്നെ വന്നു. ഞാൻ ഇവിടെ ഇത് വെച്ചിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ എന്താ ഓൾറെഡി ഇത് കവറായി പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫയർ എടുത്തിട്ട് ഇവിടെ വെക്കേണ്ട കാര്യമില്ല. ഇതിപ്പോഴേ നമുക്ക് കുറച്ച് ലെഫ്റ്റിലേക്ക് നീക്കിക്കുക, കാരണം ഇത് മുകളിൽ ഒരെണ്ണത്തിൻ്റെ അല്ല 2 എണ്ണത്തിൻ്റെ ഇത് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ലെയർ എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ ലെഫ്റ്റിലേക്ക് നീക്കി വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യാനുണ്ട്, അതായത് ഈ ലോഗോ അങ്ങനെ വന്ന് നിൽക്കില്ലേ, അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ കളറൊന്നും വേണ്ട. ഒന്നില്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഒരു കളറിലേക്ക് കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് ബ്ലർ ചെയ്യാം. അത് ചെയ്യാനായിട്ട് ഈ ലോഗോ മൊത്തം നമ്മുടെ കോമ്പോസിറ്റിൽ വരുന്ന ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൊത്തം ലോഗോ കവറായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ടത് ലെഫ്റ്റിൽ നിന്ന് ട്രിം ചെയ്ത് കളയുക. എന്നിട്ട് ഈ ലോഗോയുടെ താഴേക്ക് ഇറക്കിയിടുക. അതിനുശേഷം നമുക്ക് ഇതിന് CC ടോണർ എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് ബ്ലറാക്കാം. അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലർ ആൻഡ് ഷാർപ്പനിലേക്ക് വന്നിട്ട് ഇവിടെ ഈ ഗോഷൻ ബ്ലർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 35 കൊടുക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കളർ കറക്ഷനിലേക്ക് വരിക. എന്നിട്ട് ഈ കർവ്സ് എടുക്കുക. ഇനി ഇവിടെ ഈ പോയിന്റ് നമുക്ക് കുറച്ച് റൈറ്റിലേക്ക് വയ്ക്കുക. അപ്പോൾ കുറച്ച് ഡാർക്ക് ആവും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറോട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വിനിയേറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അത് നമ്മുടെ ലെയറിന് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇവിടെ 100 മാറ്റിയിട്ടൊരു 150 കൊടുക്കുക. ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറോട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനൊരു മാസ്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ റെക്റ്റാങ്കിളാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ ഈ എലിപ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു മാസ്ക് ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലർ അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലർ ആൻഡ് ഷാർപ്പിലേക്ക് വന്നിട്ട് ഈ ഗോഷൻ ബ്ലർ തന്നെ കൊടുക്കുക. അതിനും നമുക്കൊരു 35 എണ്ണായിട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ മാസ്കിലേക്ക് വന്നിട്ട് ഇൻവേർട്ടർ കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഫെദർ എടുത്തിട്ട് ഒരു 250 കയറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എഡ്ജ് മൊത്തം ചെറുതായിട്ടൊന്ന് ബ്ലറായിട്ടുണ്ട്. ഇവിടെ ഈ ലോഗോയുടെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്ട്. ഇത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കറങ്ങി വരണം. അപ്പോൾ ഞാനിവിടെ ഈ കീ ഫ്രെയിം എടുത്തിട്ടൊരു 2 ഫ്രെയിം ഇങ്ങോട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. 2 ഫ്രെയിം പോരട്ടെ, ഒരു 2 ഫ്രെയിം കൂടെ നീക്കി വയ്ക്കുക. കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഈ സ്കോപ്പിന് മുകളിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കോപ്പ് എടുത്തിട്ട് നമുക്ക് മുകളിൽ കൊണ്ടിടാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ബ്ലറൊക്കെ അതിന് അപ്ലൈ ആവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ബ്ലർനെസ് നമുക്ക് കുറച്ചുകൂടി കൂട്ടാട്ടോ. അപ്പോൾ നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ ബ്ലർ കുറച്ച് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഞാൻ 35 ഒരു 50 ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ മോഷൻ പരിപാടി തീർന്നിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.